നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ ഈ ചാപ്റ്ററിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് ഇന്ന് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കുകൾ, ഒന്നാമത്തെ ടോപ്പിക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. തുടർന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. അത് 3 തരത്തിലുള്ള സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒന്നൊരു സ്ട്രെയിറ്റ് വയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. തുടർന്ന് ഒരു സർക്കുലർ ലൂപ്പിനെ കുറിച്ചും സോളിനോയിഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, തുടർന്ന് ഇലക്ട്രിക് മോട്ടോർ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇലക്ട്രിക് ജനറേറ്റർ എന്ന 3 ടോപ്പിക്കുകൾ കൂടി പറഞ്ഞ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ചാപ്റ്ററിൻ്റെ പ്രത്യേകത, വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്ത് പോകാവുന്ന ഒരു ചാപ്റ്ററാണ്. വലിയ ഇന്നർ കോറിലേക്കൊന്നും കയറി ചെന്ന് നമ്മൾ വലിയ ഫിസിക്സിൻ്റെ തിയറികളൊന്നും ഈ ചാപ്റ്ററിൽ അങ്ങനെ പറഞ്ഞു വെക്കുന്നുമില്ല. കുറച്ച് ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിസിക്സിൻ്റെ ഈ ഒരു ഏരിയ ഉണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് ഫിസിക്സിന്. അതിനകത്ത് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് വരിക, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ 10th പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചു നിർത്തുക. ഇതിൻ്റെ ഒക്കെ അഡ്വാൻസ്ഡ് ഫോം നമ്മൾ +2 വരുമ്പോൾ പഠിക്കും. അപ്പോൾ നമ്മൾ വളരെ സർഫസിൽ കൂടി മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് ഒന്ന് കാണുക എന്നുള്ളതാണ് ഈ ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ ഈ ഫസ്റ്റ് റെക്കോർഡഡ് ലെക്ചറിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ്. ഞാൻ അത് മാത്രം എടുത്തൊരു റെക്കോർഡഡ് ലെക്ചർ ചെയ്യുന്നതിൻ്റെ കാര്യം അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആ ഒരു സെൻസിൽ അത് മനസ്സിലാക്കണം. അപ്പം നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, ഒരൊറ്റ ടോപ്പിക്ക് മാത്രം. ഓക്കെ, ഇപ്പോൾ ടോപ്പിക്കിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ബാർ മാഗ്നറ്റുമായിട്ട്, മാഗ്നറ്റ് എന്ന് പറഞ്ഞ സാധനമായിട്ട് നമ്മൾ വളരെ ഫെമിലിയർ ആണ്. നിങ്ങൾക്കറിയാം മാഗ്നറ്റിന് 2 പോളുകളുണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും. ശരിയാണല്ലോ. 2 മാഗ്നറ്റുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 2 മാഗ്നറ്റിൻ്റെയും നോർത്ത് പോളുകൾ തമ്മിൽ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യും. 2ൻ്റെയും സൗത്ത് പോളുകൾ തമ്മിൽ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യും. എന്നാൽ നോർത്ത് പോളും സൗത്ത് പോളും കൂടെയാണ് അടുപ്പിച്ച് വെക്കുന്നതെങ്കിൽ അട്രാക്ട് ചെയ്യും. ഏതാണ്ട് ഇതുമായിട്ട് സിമിലർ ആയിട്ടൊരു കാര്യം ഞാൻ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ആദ്യത്തെ ഇൻട്രൊഡക്ടറി ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അവിടെ എന്തായിരുന്നു? ചാർജുകളായിരുന്നു. ശരിയാണല്ലോ. രണ്ടും ഏതാണ്ട് ഒരേപോലെയാണ് പോകുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. അവിടുത്തെ കേസിൽ 2 പോസിറ്റീവ് ചാർജുകൾ ആണെങ്കിൽ റിപ്പൽ ചെയ്യും, 2 നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും. കണ്ടോ, ലൈക്ക് ചാർജസ് വന്നു കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യും. എന്നാൽ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ആണെങ്കിൽ, അൺലൈക്ക് ചാർജുകൾ ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. അതേപോലെ തന്നെ ഇവിടുത്തെ കേസിൽ ചാർജ് മാറ്റി നമ്മൾ പോൾ എന്ന് വിളിക്കുന്നേ ഉള്ളൂ. ശരിയാണല്ലോ. നോർത്ത് പോളും ആണെങ്കിൽ റിപ്പൽ ചെയ്യും, സൗത്ത് പോളും ആണെങ്കിൽ റിപ്പൽ ചെയ്യും. അതായത് ലൈക്ക് പോളുകൾ ആണെങ്കിൽ റിപ്പൽ ചെയ്യും. എന്നാൽ ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും വന്നു കഴിഞ്ഞാൽ അവിടെ അട്രാക്ട് ചെയ്യും. ശരിയാണല്ലോ. അതായത് അൺലൈക്ക് പോളുകൾ വന്നു കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യും. ഈ ഒരു കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ശരിയാണല്ലോ. അതുപോലെ തന്നെ പല മാഗ്നറ്റിക് മെറ്റീരിയലുകൾ നമ്മൾ സാധാരണ വിളിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫിസിക്സിന്റെ ടൈമിലോട്ട് വന്നാൽ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ എന്ന് വിളിക്കുന്ന ചില സബ്സ്റ്റൻസുകളെ ഈ ബാർ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യാറുണ്ട്. നമുക്ക് സാധാരണ അറിയാവുന്ന ഒരു സാധനം അയൺ പോലുള്ള സാധനങ്ങളുടെ അടുത്ത് നമ്മൾ മാഗ്നറ്റ് കൊണ്ടുവന്ന് വെക്കുവാണെങ്കിൽ അത് അട്രാക്ട് ചെയ്യുന്നതായിട്ടാണ്. എല്ലാ ഒബ്ജക്റ്റിലും മാഗ്നറ്റ് അട്രാക്ട് ചെയ്യത്തില്ല, നമുക്കറിയാം. പക്ഷെ ചില മെറ്റീരിയലുകളിൽ ബാർ മാഗ്നറ്റ് ഒരു അട്രാക്ഷൻ കാണിക്കും. അത്തരത്തിലുള്ള മെറ്റീരിയലുകളെ നമ്മൾ പിന്നീട് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നൊക്കെ വിളിക്കും. നമുക്ക് തൽക്കാലം ഇപ്പം അങ്ങോട്ടൊന്നും കിടക്കണ്ട. അപ്പം ചില മെറ്റീരിയലുകളെ ഈ ബാർ മാഗ്നറ്റിന് അട്രാക്ട് ചെയ്യാനുള്ള കഴിവുമുണ്ട്. ശരിയാണല്ലോ. അപ്പം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പം മുതലേ ചെറിയ എക്സ്പെരിമെന്റുകളൊക്കെ ചെയ്ത്, ഇപ്പോഴാണെങ്കിലും നിങ്ങളുടെ ഒരു ക്യൂരിയോസിറ്റി വളരുന്ന ഒരു പ്രായമാണ്, 7th 8th 9th 10th പഠിക്കുന്ന സമയത്ത്. അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള മാഗ്നറ്റുകൾ കാണുമ്പോൾ ഉള്ള എക്സ്പെരിമെന്റുകളൊക്കെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പം നമ്മൾ ഇതുമായിട്ട്, ബാർ മാഗ്നറ്റുമായിട്ട് വളരെ ഫെമിലിയർ ആണ്. ഓക്കെ, നമുക്കിനി അതിനെക്കുറിച്ച് ഒരു അല്പം ഒന്ന് പഠിക്കാം. മുമ്പോട്ടേക്ക് പോയാൽ നമ്മളൊരു പേപ്പറിൽ മാഗ്നറ്റ് വെച്ചിട്ട് അതിൻ്റെ സറൗണ്ടിങ് ആയിട്ട് അയൺ ഫില്ലിങ്സ് വിതറിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അയണിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ അയൺ അതിൻ്റെ അടിയിൽ ഇട്ട് കഴിഞ്ഞാൽ, ഏകദേശം ഒരു പേപ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ മാഗ്നറ്റിൻ്റെ അടുത്താണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അലൈൻമെന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ഒരു പർട്ടിക്കുലർ ഷേപ്പിൽ ഈ അയൺ ഫില്ലിങ്സ് ഒക്കെ ഇങ്ങനെ അലൈൻ ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിനൊരു പർട്ടിക്കുലർ റീസൺ ഉണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ അയണിന് സംഭവിക്കുന്നത്? അയണിന്റെ ചെറിയ തരികൾ നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ, ഒരു പേപ്പറിൽ ഇട്ടിട്ട് അവിടെ ഒരു ബാർ മാഗ്നറ്റ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനൊരു പാറ്റേൺ കിട്ടുന്നു? അത് നമുക്കൊന്ന് ചിന്തിക്കാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും ഒരു മാഗ്നറ്റിന്റെ അടുത്ത് ഇങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ ഒരു ഷേപ്പ്? നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോഴേ, ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴേ ഇതിന്റെ എന്താണ് ഷേപ്പ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്.
നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടുന്ന് എല്ലാ ഇതും ഇങ്ങനെ വളഞ്ഞ് നെക്സ്റ്റ് ഈ റെഡ് റീജിയനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. കാണുമ്പോഴേ അറിയാം, ഇങ്ങനെ ശരിയാണല്ലോ. ഇവിടുന്നാണെങ്കിൽ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പോവുകയാണ്. അതുപോലെ ഇവിടെയാണെങ്കിൽ ഒരു കർവേച്ചർ ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. അതായത് ഈ ഒരു പോളിൽ നിന്ന് ഈ ഒരു പോളിലേക്ക് ഇങ്ങനെ ഒരു കർവേച്ചർ ആണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് നോക്കാം എന്തുകൊണ്ട് അങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പാറ്റേൺ. ഈ എഴുതി വെച്ചിരിക്കുന്ന സെന്റൻസുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഓരോരോ സെന്റൻസുകളായിട്ടും നോക്കാം. ദ മാഗ്നറ്റ് എക്സേർട്സ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഇൻ ദ റീജിയൻ സറൗണ്ടിങ് ഇറ്റ്. ഒന്നാമതായിട്ട് മനസ്സിലാക്കണം, ഒരു മാഗ്നറ്റിന്റെ അടുത്ത് ആ മാഗ്നറ്റ് സ്വാധീനിക്കുന്ന, അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു റീജിയൻ ഉണ്ട്. നമുക്ക് അല്ലെങ്കിലും അറിയാം, രണ്ട് മാഗ്നറ്റുകൾ ഒത്തിരി അകലെ വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ റിപ്പൾഷനോ അട്രാക്ഷനോ നമുക്ക് കാണാൻ പറ്റത്തില്ല, ശരിയാണല്ലോ. പക്ഷെ അടുപ്പിച്ച് കൊണ്ടുവന്ന് രണ്ട് മാഗ്നറ്റുകളും അടുത്തടുത്ത് വെക്കുമ്പം അവർ തമ്മിൽ അട്രാക്ഷനോ, നോർത്ത് പോളും സൗത്ത് പോളും ആണെങ്കിൽ റിപ്പൾഷനോ, അല്ലെങ്കിൽ ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ആണെങ്കിൽ അട്രാക്ഷനോ കാണാം, ശരിയാണല്ലോ. അല്ലെങ്കിൽ നമ്മുടെ മാഗ്നറ്റ് കൊണ്ടുവന്നിട്ട് വല്ല അയൺ പീസുകളോ അങ്ങനത്തെ എന്തെങ്കിലും സാധനത്തിന്റെ അടുത്ത് വെക്കുവാണെങ്കിൽ, അട്രാക്ട് ചെയ്യുന്ന സാധനത്തിന്റെ അടുത്ത് വെക്കുവാണെങ്കിൽ, ഒത്തിരി അകൽ പിടിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ അടുപ്പിച്ച് അതിന്റെ അടുത്തോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേനും അതൊരു അട്രാക്ഷൻ കാണിക്കും. അപ്പം ഒരു ബാർ മാഗ്നറ്റിന്റെ സറൗണ്ടിങ് സ്പേസിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സറൗണ്ടിങ് ഉണ്ട് അതിന്, ശരിയാണല്ലോ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. രണ്ട് മാഗ്നറ്റ് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ അടുപ്പിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എവിടുന്നാണ് ഇവർ റിപ്പൾഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഏകദേശം മനസ്സിലാവും, ശരിയാണല്ലോ. അത് മാഗ്നറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടണം എന്നില്ല, അതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാവും, ശരിയാണല്ലോ. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാഗ്നറ്റ് എക്സേർട്സ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഇൻ ദ റീജിയൻ സറൗണ്ടിങ് ഇറ്റ്. ഇതിന്റെ ചുറ്റും അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സറൗണ്ടിങ് ഉണ്ട്, ശരിയാണല്ലോ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്നാ, therefore അയൺ ഫില്ലിങ്സ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. മുമ്പിലത്തെ ഫിഗർ വെച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വിതറിയിട്ടിരിക്കുന്ന അയണിന്റെ തരികൾക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവന്മാരുടെ അടുത്തോട്ട് വരുമ്പോൾ എന്തോ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനനുസരിച്ചാണ് ഈ അയൺ ഫില്ലിങ്സ് ഈ രീതിയിൽ, ഈ ഒരു പാറ്റേണിൽ അലൈൻ ചെയ്തിരിക്കുന്നത്, ശരിയാണല്ലോ. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക, therefore the iron fillings experiences a force. The force thus exerted makes iron fillings to arrange in a pattern. ആ ഫോഴ്സ് ആണ് ഈ അയണിനെ ഇത്തരത്തിലുള്ള ഒരു പാറ്റേണിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ക്ലിയർ ആണല്ലോ. അതിനുശേഷം the region surrounding a magnet in which the force of the magnet can be detected is said to have a magnetic field. ഇമ്പോർട്ടന്റ് ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ആ ബാർ മാഗ്നറ്റിനോട് അടുത്ത് അവന് സ്വാധീനിക്കാൻ പറ്റുന്ന ആ റീജിയൻ ഓഫ് സ്പേസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ബാർ മാഗ്നറ്റിന് മറ്റൊരു മാഗ്നറ്റ് വരുമ്പം അട്രാക്ട് ചെയ്യാനോ റിപ്പൽ ചെയ്യാനോ ഉള്ള കഴിവിനെ, അല്ലെങ്കിൽ മറ്റൊരു അയൺ പീസ് വരുമ്പം അട്രാക്ട് ചെയ്യാനുള്ള അവന്റെ ആ ഒരു റീജിയൻ ഓഫ് സ്പേസ്, ഒരു പർട്ടിക്കുലർ റീജിയനിലേക്ക് കയറി കഴിയുമ്പോഴേ സംഭവിക്കുന്നത്. ആ റീജിയനിൽ നമുക്ക് എന്തെന്ന് പറയാം, ഈ ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് പറയാം. ഒരു ബാർ മാഗ്നറ്റിനെ സ്വാധീനിക്കാൻ പറ്റുന്ന അവന്റെ റീജിയൻ ഓഫ് സ്പേസ്, അവന്റെ ഫീൽഡ്, അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കാം, ക്ലിയർ ആണല്ലോ. ഫൈനൽ സെന്റൻസ് എന്താണ്, ദ ലൈൻസ് അലോങ് വിച്ച് ദ അയൺ ഫില്ലിങ്സ് അലൈൻ ദംസെൽവ്സ് റെപ്രസെന്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ മുമ്പ് കണ്ട ഫിഗറിൽ ഒരു പർട്ടിക്കുലർ പാറ്റേണിലാണ് ഈ അയൺ ഇത്തരത്തിൽ വന്ന് അലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം ആ അയൺ അലൈൻ ചെയ്തിരിക്കുന്നിടത്തോടെ എല്ലാം അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെയായിരിക്കും പോകുന്നത്, ശരിയാണല്ലോ. അപ്പം നമുക്കൊരു പെൻസിൽ എടുത്തിട്ട് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് പർട്ടിക്കുലർ ആയിട്ടൊരു പാറ്റേൺ കിട്ടും. ആ പാറ്റേണിലായിരിക്കും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിലായിരിക്കും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് പോകുന്നത്. അപ്പൊ അത്തരത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് കാരണം എങ്ങനെയാണ്, കാരണം മാഗ്നറ്റിക് ഫീൽഡ് കാരണം ആ ഒരു ഷേപ്പിൽ ഫോഴ്സ് പോകുന്നതുകൊണ്ടാണ് ആ അയൺ ഫില്ലിങ്സ് എല്ലാം കൃത്യമായിട്ട് അങ്ങനെ തന്നെ അലൈൻ ചെയ്തിരിക്കുന്നത്, ശരിയാണല്ലോ. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് കാരണം അതിന്റെ ഒരു ഫോഴ്സ് പോകുന്ന ഒരു ഫിഗർ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം അതിന്റെ ഫോഴ്സ് എങ്ങനെയാണോ എക്സേർട്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലൈൻ വരച്ച് പഠിക്കും. ഇപ്പൊ ഈ പാറ്റേണിൽ എന്ത് കാണുന്നോ അതുപോലെ നമ്മളൊരു ലൈൻ വരച്ച് പഠിക്കും. ആ ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, ശരിയാണല്ലോ. നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക് അതായിരുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? നമുക്കിപ്പോൾ എന്താണ് മനസ്സിലായത്? നമുക്ക് മനസ്സിലായ കാര്യം ഇതാണ്, ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടെങ്കിൽ ആ ബാർ മാഗ്നറ്റിന്റെ ചുറ്റും അതിനെ സ്വാധീനിക്കാൻ പറ്റുന്ന, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു റീജിയൻ ഓഫ് സ്പേസ് ഉണ്ട്. അതുകൊണ്ടാണ് മറ്റൊരു മാഗ്നറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു അയൺ പീസ് വരുമ്പോഴോ അട്രാക്ഷനോ അല്ലെങ്കിൽ റിപ്പൾഷനോ ഒക്കെ അതിന് കാണിക്കുന്നത്. കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. രണ്ട് ബാർ മാഗ്നറ്റുകൾ അകലെ ഇരുന്നോർത്ത് അവർ തമ്മിൽ പ്രത്യേകിച്ചൊരു ഇൻഫ്ലുവൻസ്, അവർ തമ്മിൽ പ്രത്യേകിച്ചൊരു പ്രശ്നമൊന്നുമില്ല, പ്രത്യേകിച്ചൊരു ഫോഴ്സ് ഒന്നുമില്ല. എന്നാൽ ഇവർ അടുത്ത് വരുമ്പോൾ ഇവർ തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ട്.
അപ്പം അതിന്റെ ഒരു കാര്യം ഇവർ രണ്ടുപേരും അടുത്ത് വരുമ്പം നമുക്ക് മനസ്സിലാക്കാം, ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റും അവന് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു റീജിയൻ ഓഫ് സ്പേസ് ഉണ്ട്. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അവന്റെ ഫീൽഡ് എന്ന് വിളിക്കാം. അവന്റെ ഫീൽഡാണത്. ശരിയാണല്ലോ. ഇനി ഫീൽഡിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, ഫീൽഡിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കൽ അറേഞ്ച്മെന്റ് അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണ്? ഫീൽഡ് ലൈൻസ്. അപ്പൊ ശരിക്കും ഓർത്തണം, ഒരു മാഗ്നറ്റിന് ചുറ്റും ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞ സാധനമില്ല, അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. എന്തിനെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം എങ്ങനെയാണ് അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്, ആ ഒരു ഡിറക്ഷൻ വെച്ചിട്ട് നമ്മൾ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈപ്പോത്തറ്റിക്കലായിട്ട് അവിടെ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു സാധനമാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഈ മുമ്പ് കണ്ട എക്സാമ്പിൾ അനുസരിച്ചാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ടാണ് ഈ അയൺ ഫില്ലിങ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്. അത് അയൺ ഫില്ലിങ്സിന്റെ ഒരു ഫോഴ്സ് വരുന്ന ആ ഒരു പാറ്റേൺ ആണ്. അപ്പം ആ പാറ്റേൺ ഫുൾഫിൽ ചെയ്യുന്ന രീതി നമ്മളൊരു കർവേച്ചർ രീതിയിൽ അതൊന്ന് വരച്ചെടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോഴ്സ് ഏത് പാറ്റേണിലാണ് എക്സേർട്ട് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ എന്ത് വരച്ചു വെച്ചു? ഫീൽഡ് ലൈൻസ് വരച്ചു വെച്ചു. ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ശരിക്കും ഉണ്ടോ? ഉണ്ട്. ഒരു ബാർ മാഗ്നറ്റിന് വെളിയിൽ അതിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു റീജിയൻ ഓഫ് സ്പേസ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് അവിടെ അങ്ങനെ ലൈൻ ഒന്നുമില്ല. പക്ഷെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈപ്പോത്തറ്റിക്കലായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെത്തേഡാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നതാണ്. കൃത്യമായിട്ട് അയൺ ഫില്ലിങ്സിന്റെ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് കണ്ടു കഴിഞ്ഞിട്ട് പിന്നീട് പോയി നോക്കുമ്പോൾ അറിയാം ഏതാണ്ട് ആ ഒരു ഷേപ്പ് തന്നെയാണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ലൈനുകളാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൌണ്ട് എ ബാർ മാഗ്നറ്റ്. ഒരു ബാർ മാഗ്നറ്റിന്റെ അറൌണ്ട് ആയിട്ട് എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉള്ളതെന്നാണ്. ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് നമുക്ക് തന്നെ ഒന്ന് വരച്ചുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബാർ മാഗ്നറ്റ് എടുത്ത് നിങ്ങൾ ഒരു പേപ്പർ, ഒരു വൈറ്റ് പേപ്പറിലോട്ട് വെക്കുക. അതിനുശേഷം ഒരു കോമ്പസ് നീഡിൽ എടുക്കുക. എന്നിട്ട് നോർത്ത് പോളിന്റെ അടുത്ത് കോമ്പസ് നീഡിൽ വെക്കുക. ഞാൻ ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. നോർത്ത് പോളിന്റെ അടുത്ത് കോമ്പസ് നീഡിൽ വെക്കുക. അപ്പൊ എങ്ങോട്ടാണ് ആ കോമ്പസ് നീഡിന്റെ നോർത്ത് കാണിക്കുന്നതെന്ന് വരയ്ക്കുക. അവിടെ നിങ്ങൾ ഒരു ഡോട്ട് ഇടുക പെൻസിൽ വെച്ചിട്ട്. അതിനുശേഷം ആ ഡോട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ടാമത് നമ്മുടെ കോമ്പസ് നീഡിൽ വെക്കുക. അപ്പം ഇത് ചെറുതായിട്ട് ഇങ്ങോട്ട് ഒരല്പം ഇങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കുന്ന പോലെ കാണാം. അപ്പൊ അവിടെ കൊണ്ടുപോയി നിങ്ങൾ ഡോട്ട് ഇടുക. അതിനുശേഷം കോമ്പസ് നീഡിൽ എടുത്ത് അവിടെ വെക്കുക, ഡോട്ട് ഇട്ടെടുത്ത് വെക്കുക. അപ്പോൾ ഒരല്പം കൂടി ഇങ്ങോട്ട് ചെരിയുന്നതായിട്ട് കാണാം. കോമ്പസ് നീഡിൽ ഒരല്പം കൂടെ അതിന്റെ നീഡിൽ ഇങ്ങോട്ട് ചെരിയുന്നതായിട്ട് കാണാം. അപ്പൊ നിങ്ങൾ അവിടെ ഒരു ഡോട്ട് ഇടുക. എന്നിട്ട് വീണ്ടും കോമ്പസ് നീഡിൽ കൊണ്ട് ആ പൊസിഷനിൽ കൊണ്ടുവന്ന് വെക്കുക. അങ്ങനെ വെച്ച് വരുവാണെങ്കിൽ നമ്മുടെ കോമ്പസ് നീഡിൽ കൃത്യമായിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് വന്ന് അവസാനം അത് കൃത്യം എത്തിച്ചേരുക നോർത്ത് പോളിലേക്കായിരിക്കും എത്തിച്ചേരുന്നത്. അപ്പൊ കോമ്പസ് നീഡിൽ ഇവിടുന്ന് വെച്ച് തുടങ്ങി ആദ്യമേ ഇത് ഇപ്പം ഫിഗറിൽ കാണുന്ന പോലെ നേരെ തന്നെ നിൽക്കും. കുറച്ച് അങ്ങോട്ട് വരുമ്പോഴത്തേനും ഒരു അല്പം ചെരിയും, കുറച്ച് മുമ്പോട്ട് വരും വീണ്ടും ചെരിയും, ടോപ്പ് പൊസിഷൻ വരുമ്പോൾ ഇങ്ങനെ നിൽക്കും. വീണ്ടും നിങ്ങൾ മുമ്പോട്ട് മാറ്റും തോറും അതിങ്ങനെ ചെരിഞ്ഞ് അത് കൃത്യമായിട്ട് എങ്ങോട്ട് വരും? സൗത്തിലേക്ക് അത് എത്തും. ക്ലിയർ ആണല്ലോ? അതായത് ആ ഒരു മാഗ്നറ്റിന് വെളിയിൽ അതിന്റെ ഒരു ഫോഴ്സ് വരുന്ന റീജിയൻ, ആ ഒരു സ്പേസ് വരുന്നത് ഇങ്ങനെ കേർവ് ചെയ്ത് എവിടുന്ന? നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കാണ് അത് എപ്പോഴും വരുന്നത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് നോർത്ത് പോളിൽ നിന്ന് ഇങ്ങനെ വലിയൊരു കർവേച്ചർ ചുറ്റി ഒരല്പം അപ്പുറത്തൂടെ ചുറ്റിക്കറങ്ങി ഇതിലെ ഇങ്ങോട്ട് വന്ന് ഇവിടെ തന്നെ വന്ന് ചേരും. എപ്പം നോർത്ത് പോളിൽ നിന്ന് ഒരു ലൈൻ പുറത്തോട്ട് പോയാലും അത് തിരിച്ച് സൗത്ത് പോളിൽ തന്നെ എത്തിച്ചേരും. ഇപ്പൊ ഇവിടെ നമ്മൾ മുമ്പോട്ട് വരയ്ക്കുന്ന എങ്ങനെയാ വെച്ചാൽ ഇതിങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വലിയൊരു സർക്കിൾ ഫോം ചെയ്തിട്ട് എനിക്കിപ്പോ സ്ക്രീനിൽ അത് കാണിക്കാൻ പറ്റില്ല. വലിയൊരു സർക്കിൾ ഫോം ചെയ്തിട്ട് അവസാനം അത് കറങ്ങി തിരിഞ്ഞത് ഇതിലേ വരും, ഈ ഒരു റീജിയനിൽ കൂടെ അത് തിരിച്ചു വരും. അപ്പം എതിലേ നമ്മൾ വരച്ചാലും വലിയ പേപ്പർ, എത്ര വലിയ പേപ്പർ എടുത്ത് വരയ്ക്കുന്നു അപ്പൊ നമുക്ക് മനസ്സിലാവും നോർത്ത് പോളിൽ നിന്ന് പോകുന്ന ആ കോമ്പസ് നീഡിൽ വെച്ച് നമ്മൾ പോവാണ്. അതിന്റെ ഫോഴ്സിന്റെ ലൈൻസ് ഓഫ് ഫോഴ്സ് എതിലേ വരത്തുള്ളൂ? ആ ലൈൻസ് ഓഫ് ഫോഴ്സ് കറങ്ങി തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ വരും, സൗത്ത് പോളിലേക്ക് തന്നെ വരും. ക്ലിയർ ആണല്ലോ? അപ്പം അങ്ങനെ ആ ലൈൻസ് ഓഫ് ഫോഴ്സ്, ആ ഫോഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് നമ്മൾ അത് എതിലെയാ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലൈൻ ഇട്ട് പഠിക്കുന്ന ആ ഒരു ലൈനെ നമ്മൾ വിളിക്കുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് വേറൊരു പേരുണ്ട്. അതിന്റെ പേര് ഇതാണ്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. അങ്ങനത്തെ പേരും കൂടെ ഉണ്ട്. ആ പേരിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയേ. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. മാഗ്നറ്റിക് ലൈൻ ആണ്. എന്തിന്റെ ലൈനാ? ഓഫ് ഫോഴ്സ്. മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കുന്ന ലൈനാണ്. ശരിയാണല്ലോ? അപ്പൊ നമുക്ക് ഫോഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൈപ്പോത്തറ്റിക്കലായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ് ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. നമുക്കൊരു കാര്യം മനസ്സിലായി, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എവിടുന്ന് പോയിട്ട് എവിടം വരെ ചെല്ലും? ഇതേ ഫിഗറിൽ നോക്കിയാൽ കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു എവിടുന്ന? നോർത്ത് പോളിൽ നിന്ന് അത് ഒറിജിനേറ്റ് ചെയ്യും. എവിടെ പോയി ടെർമിനേറ്റ് ചെയ്യും? സൗത്ത് പോളിൽ വന്നത് ചേരും. ഇതിപ്പം ബാർ മാഗ്നറ്റിന്റെ വെളിയിൽ.
ഇനി ബാർ മാഗ്നറ്റിന്റെ അകത്തൂടെ വീണ്ടും അത് നോർത്ത് പോളിലോട്ട് വന്നിട്ട് വീണ്ടും നോർത്ത് പോളിൽ നിന്ന് പോയിട്ട് സൗത്ത് പോളിലേക്ക് വരും. ശരിയാണല്ലോ. വീണ്ടും സൗത്ത് പോളിൽ നിന്ന് ഇങ്ങനെ നോർത്ത് പോളിലേക്ക് വന്നിട്ട് വീണ്ടും നോർത്ത് പോളിൽ നിന്ന് പോയി സൗത്ത് പോളിലോട്ട്. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു ബാർ മാഗ്നറ്റിന്റെ വെളിയിൽ, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ഒരു ബാർ മാഗ്നറ്റിന്റെ വെളിയിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡിറക്ഷൻ നോർത്ത് ടു സൗത്ത് ആയിരിക്കും. ഓക്കെ, സിമ്പിൾ. ഒരു ബാർ മാഗ്നറ്റിന്റെ വെളിയിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡിറക്ഷൻ നോർത്ത് ടു സൗത്ത് ആയിരിക്കും. നോർത്തിൽ നിന്ന് പോയി സൗത്തിൽ വന്ന് ടെർമിനേറ്റ് ചെയ്യും. ഇനി ഒരു ബാർ മാഗ്നറ്റിന്റെ ഇൻസൈഡിലോ, അകത്താണെങ്കിൽ അത് സൗത്ത് ടു നോർത്ത് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ബാർ മാഗ്നറ്റിന്റെ ഇൻസൈഡിൽ അത് സൗത്ത് ടു നോർത്ത് ആണെന്ന് ഓർത്തോണം. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എങ്ങോട്ടാന്ന് ചോദിച്ചാൽ നമുക്ക് ചുമ്മാ നോർത്ത് ടു സൗത്ത് എന്ന് അങ്ങ് പറഞ്ഞു നിർത്താൻ പറ്റത്തില്ലേ. അത് കൃത്യമായിട്ട് പറയണം. നോർത്ത് ടു സൗത്ത് ആണ് എവിടെ? ബാർ മാഗ്നറ്റിന്റെ വെളിയിൽ, ഔട്ട്സൈഡ് റീജിയനിൽ നോർത്ത് ടു സൗത്ത് ആണ്. ബാർ മാഗ്നറ്റിന്റെ ഇൻസൈഡിലോ സൗത്ത് ടു നോർത്ത് ആണെന്നുള്ള കാര്യം ഓർത്തോണം. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വെച്ചോണം കേട്ടോ. ഇനി തൽക്കാലം നമുക്ക് പറയാം, ബാർ മാഗ്നറ്റിന്റെ വെളിയിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ്? നോർത്ത് ടു സൗത്ത് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ശരിയാണല്ലോ. അപ്പം ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി നമുക്കൊന്ന് അതിനെക്കുറിച്ച് ഓർത്താൽ നമുക്കിപ്പോൾ എന്ത് മനസ്സിലാവുന്നു? ഒരു ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റും എന്തുണ്ട്? അതിന് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു റീജിയൻ ഓഫ് സ്പേസ് ഉണ്ട്. ശരിയാണല്ലോ. അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു റീജിയൻ ഉണ്ട്. അത് ശരിക്കും റിയാലിറ്റിയിലുണ്ട്. അത് ഒരു ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി വൈഡ് ആയിട്ട് അങ്ങോട്ട് പോകത്തില്ല. അതിന്റെ തൊട്ടടുത്ത റീജിയനിൽ നല്ല സ്ട്രോങ് ആയിരിക്കും. മുമ്പോട്ട് പോകുന്നതോറും വളരെ 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 വീക്ക് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വളരെ അകലെ രണ്ട് ബാർ മാഗ്നറ്റുകളൊന്നും പിടിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ പ്രത്യേകിച്ച് ഒരു റിപ്പൾഷനോ അട്രാക്ഷനോ ഒന്നും നമ്മൾ കാണാത്തത്. ശരിയാണല്ലോ. എന്നാൽ അടുപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു റിപ്പൾഷനോ അട്രാക്ഷനോ ഒക്കെ ഫീൽ ചെയ്യും. അതായത് ബാർ മാഗ്നറ്റുകളുടെ എല്ലാം അടുത്ത റീജിയണിൽ അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു റീജിയൻ ഉണ്ട്. അതിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കും. ഇനി ആ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്ന ഫോഴ്സിന് ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട്. അതെങ്ങനെയാണ്? ഇപ്പൊ സ്ക്രീനിൽ കാണുന്നതാണ്. ബാർ മാഗ്നറ്റിന്റെ വെളിയിൽ അത് നോർത്ത് ടു സൗത്ത് ആയിരിക്കും. നമ്മൾ അതിനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നും വിളിക്കും. ക്ലിയർ ആണല്ലോ. ഇനി മുമ്പോട്ടേക്ക് പോയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു, രണ്ട് മാഗ്നറ്റുകൾ നമ്മൾ അടുത്ത് കൊണ്ടുവന്നാൽ അതിന്റെ നോർത്ത് പോളും ആണ് കൊണ്ടുവരുന്നെങ്കിൽ അവർ റിപ്പൽ ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സൗത്ത് പോളും ആണ് കൊണ്ടുവരുന്നെങ്കിൽ റിപ്പൽ ചെയ്യുമെന്ന് പറഞ്ഞു. ശരിയാണല്ലോ. എന്നാൽ ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും അടുത്ത് വരുവാണെങ്കിൽ അവർ തമ്മിൽ അട്രാക്ട് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. ശരിയാണല്ലോ. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് പറഞ്ഞപ്പം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എവിടുന്ന് എങ്ങോട്ടാന്നാ പറഞ്ഞേ? ഒരു ബാർ മാഗ്നറ്റിന്റെ ഔട്ട്സൈഡ് റീജിയനിൽ അത് നോർത്ത് ടു സൗത്ത് ആണെന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചോണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചേ, രണ്ട് മാഗ്നറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. രണ്ട് മാഗ്നറ്റുകൾ ഇങ്ങനെ അടുത്ത് കൊണ്ടുവരുമ്പം ഇവർ തമ്മിൽ കൂട്ടിമുട്ടുമൊന്നും വേണ്ട. രണ്ടും കൂടെ ഇങ്ങനെ കൊണ്ടൊന്ന് കൂട്ടിമുട്ടിക്കണ്ട. അടുത്ത് വരുമ്പോഴേ ഇവർ തമ്മിൽ റിപ്പൽ ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? ഓക്കെ, രണ്ട് ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോളും കൂടെ ഞാൻ ഇങ്ങനെ അടുത്ത് കൊണ്ടുവരുന്നു. നോർത്ത് പോളും കൂടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഇവരിങ്ങനെ കൂട്ടിമുട്ടുന്നതിന് മുമ്പ് തന്നെ ഇവർ ഇത്രയും അടുത്ത് വരുമ്പം തന്നെ അവർ തമ്മിൽ റിപ്പൽ ചെയ്യുന്നു. കാരണം എന്തായിരിക്കും? നിങ്ങളുടെ മനസ്സിലോട്ട് കാരണം വന്നു. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതാണ്, ഇവരുടെ രണ്ടുപേരുടെയും രണ്ടുപേർക്കും എന്തുണ്ട്? ഇവന് ചുറ്റും, ഒന്നാമത്തെ ആൾക്ക് അവന് ചുറ്റും അവന് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു റീജിയൻ ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആൾക്കും അതിന് ചുറ്റും അവന് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു റീജിയൻ ഉണ്ട്. അതുകൊണ്ട് രണ്ട് ബാർ മാഗ്നറ്റിനും ചുറ്റും എന്തുണ്ട്? രണ്ടുപേർക്കും സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു റീജിയൻ ഉണ്ട്. അതിനെ നമ്മൾ എന്താന്ന് വിളിച്ചു? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിച്ചു. ഇനി ഇവരെ രണ്ടുപേരെ ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ. ഇപ്പൊ നമ്മൾ ഇവന്മാരെ ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും മാഗ്നറ്റിക് ഫീൽഡുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യും. ശരിയാണല്ലോ. അങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഫിഗർ നമുക്ക് നോക്കാം. നോക്കിക്കേ, രണ്ട് നോർത്ത് പോളുകളെ ഞാൻ അടുപ്പിച്ച് കൊണ്ടുവന്നാൽ ഇവർ തമ്മിൽ കൂട്ടിമുട്ടേണ്ട കാര്യമില്ല. പക്ഷെ ഇവർ ഒരു സർട്ടൺ റീജിയന് വരുമ്പോൾ തന്നെ അവരുടെ ഫീൽഡുകൾ ഇന്ററാക്ട് ചെയ്യും. ഒരുപക്ഷെ നിങ്ങൾക്ക് മുമ്പ് സംശയമുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടി. എന്തുകൊണ്ടാണ് ബാർ മാഗ്നറ്റ് കൂട്ടിയിടിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ റിപ്പൽ ചെയ്യുന്നു? ഒരു റീജിയന് വരുമ്പോൾ തന്നെ എന്തുകൊണ്ട് റിപ്പൽ ചെയ്യുന്നു? അതിന്റെ റീസൺ, രണ്ട് ബാർ മാഗ്നറ്റിന് ചുറ്റും അവരുടേതായ സ്വാധീനിക്കാൻ പറ്റുന്ന റീജിയൻ ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ വിളിക്കുന്ന സാധനം. അപ്പൊ നമ്മൾ ഇവരെ രണ്ടുപേരെയും കൂടെ അടുപ്പിച്ച് കൊണ്ടുവരുമ്പം ആര് ഇന്ററാക്ട് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡുകൾ ഇന്ററാക്ട് ചെയ്യും. ശരിയാണല്ലോ. അപ്പൊ അത്തരത്തിൽ മാഗ്നറ്റിക് ഫീൽഡുകൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നോക്കിയേ, അവരുടെ രണ്ടുപേരുടെ ഫീൽഡുകൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്നെ പ്രശ്നം എന്നറിയാവോ? ഈ നോർത്ത് പോളും കൂടെ അടുത്ത് കൊണ്ടിരുന്നെങ്കിൽ ഇവരുടെ ഫീൽഡുകൾ തമ്മിൽ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആവത്തില്ല. അതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എവിടുന്ന് എങ്ങോട്ടാന്നാ പറഞ്ഞേ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു ബാർ മാഗ്നറ്റിന്റെ വെളിയിൽ
നോർത്ത് ടു സൗത്ത് ആണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഇവനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവന്റെ നോർത്തിൽ നിന്ന് എങ്ങോട്ടാ വളഞ്ഞു പോകുന്നത്? ഇതിങ്ങനെ വളഞ്ഞ് സൗത്തിലേക്ക് പോകുന്ന. ഇവനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇവന്റെ നോർത്ത് പോളിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വളഞ്ഞ് സൗത്തിലോട്ട് പോകുന്ന. ശരിയാണല്ലോ. അതായത് ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും? നോർത്ത് ടു സൗത്ത് ആയിരിക്കും. ഒരിക്കലും നോർത്തിലോട്ട് വരത്തില്ല. ഒരു ബാർ മാഗ്നറ്റിന്റെ വെളിയിൽ ഒരു കാരണവശാലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്തിലോട്ട് വരത്തില്ല. ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ബാർ മാഗ്നറ്റിന്റെ വെളിയിൽ ഒരു കാരണവശാലും മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിലേക്ക് വരത്തില്ല. നോർത്തിലോട്ട് വരത്തില്ല എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇവിടുന്ന് ഈ നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ നോർത്തിലോട്ട് വരത്തില്ല. അതുപോലെ ഇതിന്റെ നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അടുത്തതിന്റെ നോർത്തിലോട്ട് പോകത്തില്ല. ഒരു ബാർ മാഗ്നറ്റിന്റെ വെളിയിൽ, ആ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് ഓർത്തേ, ഒരു ബാർ മാഗ്നറ്റിന്റെ വെളിയിൽ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. ഒരു കാരണവശാലും നോർത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകത്തില്ല. അപ്പൊ നമ്മൾ ഇവരെ രണ്ടുപേരും കൂടെ അടുപ്പിക്കാൻ നോക്കുക. ആരൊക്കെയാ മുമ്പിൽ നിൽക്കുന്നത്? നോർത്ത് പോളും. ഇവന്റെ ഒന്നാമത്തവന്റെ നോർത്ത് പോളിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പുറത്തോട്ടോ അല്ലെങ്കിൽ ഇപ്പുറത്തുനിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടോ പോകുമോ? ഇല്ല. ഇവർ രണ്ടുപേരും തമ്മിൽ ഒരിക്കലും ഇന്ററാക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എത്ര അടുപ്പിക്കാൻ നോക്കിയാൽ ഇവരുടെ ഫീൽഡുകൾ തമ്മിൽ ഇങ്ങനെ റിപ്പൽ ചെയ്ത് നിൽക്കും. ഒരിക്കലും എടുക്കുകയില്ല. കാരണം രണ്ടും നോർത്ത് പോളാ. ക്ലിയർ ആണല്ലോ. ഇതേ അവസ്ഥ തന്നെ സൗത്ത് പോൾ കൊണ്ടുവന്നാലും ഇവരുടെ ആരോ മാർക്ക് തിരിയുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നോർത്ത് പോളിനെ ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമോ? ഇല്ല. ഇവർ തമ്മിൽ മാക്സിമം റിപ്പൽ നിൽക്കും. നിങ്ങൾ കൈവിട്ട് കഴിഞ്ഞാൽ തെറിച്ചു പോകും. ക്ലിയർ ആണല്ലോ. എന്തുകൊണ്ട് രണ്ട് ബാർ മാഗ്നറ്റുകൾ അടുത്ത് കൊണ്ടുവരുമ്പോൾ തെറിച്ചു പോകുന്നു എന്ന് നിങ്ങൾക്ക് മുമ്പ് സംശയമുള്ളതിന്റെ ഒരു ഉത്തരം ഒരു പക്ഷേ ഇപ്പൊ കിട്ടിയിരിക്കും. ക്ലിയർ ആണല്ലോ. അടുത്ത് നമുക്ക് നോക്കാം എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു നോർത്ത് പോളും സൗത്ത് പോളും കൂടെ അടുത്ത് വന്ന് എന്തുകൊണ്ട് അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ശരിയാണല്ലോ. അടുത്ത ഫിഗറിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചതനുസരിച്ച് എങ്ങനെയാണ് ഒരു ബാർ മാഗ്നറ്റിന്റെ വെളിയിൽ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഫീൽഡ് ലൈൻ പോകും എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ട് പോകും. അപ്പൊ നോക്കിയേ, രണ്ട് ബാർ മാഗ്നറ്റ് നമ്മൾ അടുത്ത് വെച്ചു. ഒന്നാമത്തവൻ നോർത്ത് പോൾ, രണ്ടാമത്തവൻ സൗത്ത് പോൾ ആണ് ഇരിക്കുന്നതെങ്കിൽ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകും. അപ്പൊ അവർ തമ്മിൽ എന്തായി? ഫീൽഡുകൾ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ വന്നു. അപ്പൊ ആ ഇന്ററാക്ഷൻ എങ്ങനെയാണ്? ഇങ്ങനെ ഒരു ഇന്ററാക്ഷനാ. ദാറ്റ് മീൻസ് അവർ തമ്മിൽ അട്രാക്ട് ചെയ്യും. ഇതാണ് ലൈക്ക് ചാർജുകൾ റിപ്പല് ചെയ്യും, അൺലൈക്ക് ചാർജുകൾ റിപ്പല് ചെയ്യും. ലൈക്ക് ചാർജുകൾ റിപ്പല് ചെയ്യും, അൺലൈക്ക് ചാർജുകൾ അട്രാക്ട് ചെയ്യും നമ്മൾ പറയുന്നത്. ശരിയാണല്ലോ. അപ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. അൺലൈക്ക് പോളുകൾ നോർത്തും സൗത്തും ആണെങ്കിൽ അവർ തമ്മിൽ അട്രാക്ട് ചെയ്യും. അതാണ് ഇതിന്റെ റീസൺ. ശരിയാണല്ലോ. മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇവിടെ അൾട്ടിമേറ്റ് ആയിട്ട് ഈ റോളുകളെല്ലാം വഹിക്കുന്നത്. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആരെ വരച്ചത് കൊണ്ടാണ് നമുക്ക് ഇപ്പൊ കൃത്യമായിട്ട് ഈ ഒരു ഐഡിയ ക്ലിയർ ആയത്? ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ വരച്ചത് കൊണ്ടാണ്. അപ്പം നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വരച്ചു വെച്ചിരിക്കുന്ന ഹൈപ്പോത്തറ്റിക്കൽ സ്മൂത്ത് കർവിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചും പറഞ്ഞു. ഇനി നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഒരു 4 പ്രോപ്പർട്ടി കൂടി പറഞ്ഞ് ഞാൻ ആ ടോപ്പിക്ക് അവിടെ വൈൻഡപ്പ് ചെയ്യാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി, 4 പ്രോപ്പർട്ടികളാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി, ഒരു മാഗ്നറ്റിക് ഫീൽഡ് എവിടെയായിരിക്കും സ്ട്രോങ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു ബാർ മാഗ്നറ്റിന്റെ എവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്? അത് ഒരു ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോളിനോടോ അല്ലെങ്കിൽ സൗത്ത് പോളിനോടോ അടുത്തായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളത്. നമ്മൾ ഈ ഫീൽഡ് ലൈൻസിന്റെ രീതി പറയുവാണെങ്കിൽ ഫീൽഡ് ലൈൻസ് ഏറ്റവും കൂട്ടം കൂടി നിൽക്കുന്നിടത്തായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇവിടെ കണ്ട് എന്തുമാത്രം ഫീൽഡ് ലൈൻസ് ആണെന്ന്. ഈ സൗത്ത് പോളിന്റെ അവിടെ നോക്കുമ്പോൾ എന്തുമാത്രം ഫീൽഡ് ലൈൻസ് ആണ്. അതേസമയം ഇവിടെ നിങ്ങൾക്ക് അകന്നകന്ന് പോകുന്തോറും ആ ഫീൽഡ് ലൈൻസിന്റെ ഡെൻസിറ്റി കുറവാണ്. അവർ കൂടിയല്ല, കുറച്ച് അകന്നകന്ന. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് തൊട്ടടുത്തടുത്തടുത്തുള്ളവർക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതൽ. അപ്പം എവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതൽ? പോൾ റീജിയന്റെ അടുത്തായിരിക്കും. ഒന്നാമത്തെ കാര്യം, മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതൽ ബാർ മാഗ്നറ്റുകളുടെ പോളിനോട് അടുത്തായിരിക്കും. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് ആ ഒരു റീജിയനിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. മൊത്തത്തിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ നമുക്കറിയാം. എങ്ങനെയാ? നോർത്ത് പോൾ ടു സൗത്ത് പോൾ ആണ് ബാർ മാഗ്നറ്റിന്റെ വെളിയിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ. നമ്മൾ പറഞ്ഞു പഠിച്ച കാര്യമാണ്. ഒരു ബാർ മാഗ്നറ്റിന്റെ വെളിയിൽ നോർത്ത് ടു സൗത്ത് ആണ് ബാർ മാഗ്നറ്റിന്റെ ഡിറക്ഷൻ. ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. എന്നാൽ മാഗ്നറ്റിന്റെ അകത്താണെങ്കിൽ അത് സൗത്ത് ടു നോർത്ത് ആണ്. നമ്മളത് പറഞ്ഞു പഠിച്ചു, നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ നമ്മുടെ ക്വസ്റ്റൻ അതല്ല. വെളിയിൽ എവിടെയാണെന്നല്ല, കറക്റ്റ് ഒരു പൊസിഷൻ ചോദിച്ചിട്ട് ഈ പൊസിഷനിൽ ഈ ആരോ മാർക്ക് നിൽക്കുന്നിടത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ പൊസിഷൻ എങ്ങനെ?
അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, ആ പോയിന്റിന് ഒരു ടാൻജന്റ് വരയ്ക്കുക. ഈ പോയിന്റിന് ഒരു ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടായിരിക്കും. ആ ടാൻജന്റിലായിരിക്കും അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. പക്ഷെ നിങ്ങൾ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും താഴോട്ട് താന്ന് എങ്ങോട്ട് തന്നെ വരും, സൗത്ത് പോളിലോട്ട് തന്നെ വരും. അപ്പൊ അതെ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ കോമ്പസ് നീഡിൽ എങ്ങനെ നിൽക്കുന്നത്, നേരെ മേളിലോട്ടല്ല നിൽക്കുന്നത്. അപ്പൊ അവിടെ ഒരു ടാൻജന്റ് വരയ്ക്കാന്ന് പറഞ്ഞാൽ അറിയാലോ, അവിടെ ഒരു പോയിന്റ് ഇട്ടിട്ട് നമ്മൾ നേരെ ഒരു ലൈൻ മേളിലോട്ട് വരിക, ഒരു കർവേച്ചറിന്. നമുക്കറിയാം ഒരു സർക്കിളിനൊക്കെ ടാൻജന്റ് വരച്ച് നമുക്കറിയാം, മാത്തമാറ്റിക്സ് നമ്മൾ വരയ്ക്കുന്ന, ശരിയാണല്ലോ. അപ്പൊ ഈ ഒരു റീജിയനിലെ ടാൻജന്റ് വരയ്ക്കാൻ തന്നെ ഈ നോർത്ത് പോൾ ഇരിക്കുന്ന ഈ ഒരു കോമ്പസ് നീഡിൽ ഇരിക്കുന്നതിന് നേരെ മേളിലോട്ട് വരയ്ക്കും. അപ്പൊ ആ ഡിറക്ഷൻ ആയിരിക്കും ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. ഇനി ഈ പോയിന്റ് കുറച്ച് മുമ്പോട്ട് കയറി കഴിഞ്ഞാൽ ആ പോയിന്റിൽ എങ്ങനെയാണ്, ഇവിടുന്ന് ഇങ്ങനെ ടാൻജന്റ് ആയിരിക്കും. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങനെ മേളിലോട്ട് നിൽക്കും, ഇങ്ങനെ. അതായിരിക്കും ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് നോക്കുവാണെങ്കിൽ അവിടെ ടാൻജന്റ് വരയ്ക്കാൻ തന്നെ ഇങ്ങനെ നേരെ ഇങ്ങനെ ഇരിക്കും. അവിടെയായിരിക്കും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. കുറച്ച് ഇങ്ങോട്ട് മാറി ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ, ഈ ഒരു പോയിന്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുന്ന് ടാൻജന്റ് വരയ്ക്കണം, ഇങ്ങോട്ട് താഴോട്ടായിരിക്കും. ഇനി ഈ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ടാൻജന്റ് വരയ്ക്കുക, നേരെ താഴോട്ടായിരിക്കും. ഇപ്പൊ കണ്ടോ, ഇവിടുന്ന് വന്ന സാധനം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ടാൻജന്റുകൾ ഇങ്ങനെ ചെരിഞ്ഞ് മാറി പോയിട്ട് ഏറ്റവും അവസാനം ഇങ്ങോട്ട് തന്നെ വരും, സൗത്ത് പോളിലേക്ക് തന്നെ വരും. അപ്പൊ ഒരു പർട്ടിക്കുലർ പോയിന്റിന്റെ ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എവിടെയാണെന്ന് ചോദിക്കണം. ആ പോയിന്റിൽ നിന്ന് ഒരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ മൊത്തത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, ഒരു ബാർ മാഗ്നറ്റിന്റെ വെളിയിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, നോർത്ത് ടു സൗത്ത് ആണ്. പക്ഷെ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ദ ടാൻജന്റ് ഡ്രോൺ അറ്റ് എനി പോയിന്റ്, ടാൻജന്റ് എവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആണോ കണ്ടുപിടിക്കേണ്ടത് അവിടെ ടാൻജന്റ് വരയ്ക്കുക. ദ ടാൻജന്റ് ഡ്രോൺ അറ്റ് എനി പോയിന്റ് ഗീവ്സ് ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടണമെങ്കിൽ ആ പോയിന്റിൽ ഒരു ടാൻജന്റ് വരയ്ക്കണം മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൽ. ക്ലിയർ ആണല്ലോ. നാലാമത്തെ പോയിന്റ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. നിങ്ങൾക്ക് മുമ്പ് കാണിച്ച ഫിഗറുകളിലെല്ലാം നോക്കാം, രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇന്റർസെക്ട് ചെയ്യാറില്ല. എവിടെയും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർസെക്ട് ചെയ്ത് കാണാറില്ല. ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യത്തില്ല. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. ആൻഡ് ഫൈനൽ വൺ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കണ്ടിന്യൂസ് ആണ്. അത് ഞാൻ പറഞ്ഞായിരുന്നു. എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നത്, ഒരു ബാർ മാഗ്നറ്റിന്റെ വെളിയിൽ മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് പോളിൽ നിന്ന് തുടങ്ങിയാൽ അത് കണ്ടിന്യൂ ചെയ്ത് സൗത്ത് പോൾ വരെ വരും. അതിനുശേഷം ബാർ മാഗ്നറ്റിന്റെ ഉള്ളിലൂടെ എങ്ങനെ ആയിരിക്കും, സൗത്ത് പോളിൽ നിന്ന് തിരിച്ച് നോർത്ത് പോളിലോട്ട് വരും. അത് ഈ മുമ്പോട്ട് പോകുന്നതാണെങ്കിലും ഇതിലെ പോയി നോർത്ത് പോളിൽ നിന്ന് പോയി എതിലെയോ കറങ്ങി എതിലെ വരും, ഇപ്പുറത്തൂടെ വന്ന് ഈ വരുന്ന അതായിരിക്കും സൗത്ത് പോളിലേക്ക് വന്നു ചേരും. അപ്പോൾ ഒരു ബാർ മാഗ്നറ്റിന്റെ വെളിയിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കായിരിക്കും. ബാർ മാഗ്നറ്റിന്റെ ഇൻസൈഡിലാണെങ്കിൽ അത് സൗത്ത് പോൾ ടു നോർത്ത് പോൾ. എനിവേ അത് മൊത്തം കണ്ടിന്യൂസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പം അതാണ് നാലാമത്തെ പോയിന്റ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ്. അപ്പം 4 പോയിന്റാ പറഞ്ഞ. ഒന്നാമത്തത്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ സ്ട്രോങ്ങർ നിയർ ഇറ്റ്സ് പോൾ റീജിയൻ. പോൾ റീജിയനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സ്ട്രോങ് ആയിരിക്കുന്നത്. രണ്ടാമത്തത്, ദ ടാൻജന്റ് ഡ്രോൺ അറ്റ് എനി പോയിന്റ് ഗീവ്സ് ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. നെക്സ്റ്റ് വൺ, ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യത്തില്ല. നാലാമത്തത്, ദേ ആർ കണ്ടിന്യൂസ്. അവർ കണ്ടിന്യൂസ് ആയിരിക്കും. നിങ്ങൾക്ക് ഇത് ഓർത്തിരിക്കാനായിട്ട് സ്റ്റിക്ക് എന്ന് ഓർത്തിരിക്കാം. STIC, സ്റ്റിക്ക്. സ്റ്റിക്ക് എന്ന് ചുമ്മാ ഓർത്തിരുന്നാൽ മതി. സ്റ്റിക്കിന്റെ ഫസ്റ്റ് ലെറ്റർ എന്നാ, എസ്, സ്ട്രോങ്ങർ. സ്ട്രോങ്ങർ എന്ന് പറഞ്ഞാൽ അപ്പോഴും ഓർത്തണം എവിടെയാ സ്ട്രോങ്ങർ, ഒരു ബാർ മാഗ്നറ്റിന്റെ പോൾ റീജിയനിലായിരിക്കും സ്ട്രോങ്ങർ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ തന്നെ ടി എന്ന് പറയുമ്പോൾ ടാൻജന്റ് എന്ന് ഓർക്കുക. അപ്പം ദ ടാൻജന്റ് ഡ്രോൺ അറ്റ് എനി പോയിന്റ് ഗീവ്സ് ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ദാറ്റ് ഈസ് ടി. നെക്സ്റ്റ് വൺ, ഐ എന്ന് പറയുമ്പോൾ ഇന്റർസെക്ട്. അപ്പൊ ഇന്റർസെക്ട് ചെയ്യുവോ, ഇല്ല, ഡു നോട്ട് ഇന്റർസെക്ട്. ലാസ്റ്റ് വൺ, സി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കണ്ടിന്യൂസ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ്. ശരിയാണല്ലോ. അപ്പം സ്റ്റിക്ക് എന്ന് ഓർക്കുക, എസ് സ്ട്രോങ്ങർ, ടി ടാൻജന്റ്, ഐ ഇന്റർസെക്ട്, ദെൻ ഡു നോട്ട് ഇന്റർസെക്ട്, സി കണ്ടിന്യൂസ് എന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിൽ ഓർത്ത് വെക്കാം. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ടുഗദർ ഞാൻ ഈ ഒരു ലെക്ചറിൽ പറഞ്ഞത് എന്തിനെ കുറിച്ച് മാത്രമാണ്, എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്, എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഇൻട്രൊഡക്ടറി പേജുകളാണ്, അത് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റും എന്തുണ്ട്, അവന് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു റീജിയൻ ഉണ്ട്. ഇപ്പൊ രണ്ട് ബാർ മാഗ്നറ്റുകൾ അടുത്ത് വരുമ്പം അവർ തമ്മിൽ കൂട്ടിമുട്ടുന്നതിന് മുമ്പ് തന്നെ അവർ റിപ്പൽ ചെയ്യാനോ അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാനോ ഉള്ള കാരണം എന്നാ, അവരുടെ ഫീൽഡുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. രണ്ട് നോർത്ത് പോൾ ആണ് അടുത്ത് വരുന്നതെങ്കിൽ ഒരിക്കലും നോർത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്ക് ഫീൽഡ് ലൈൻ പോകാത്തത് കൊണ്ട് അവരുടെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് നിൽക്കും. നിങ്ങൾ എത്ര അടുപ്പിക്കാൻ നോക്കിയാലും ഇന്റർസെക്ട് ചെയ്യത്തില്ല. ലാസ്റ്റ് നമ്മൾ കൈവിട്ട് കഴിയുമ്പോഴത്തേനും തെറിച്ചു പോകും. എന്നാൽ ഒരു നോർത്ത് പോളും സൗത്ത് പോളും കൂടെയാണ് വരുന്നതെങ്കിൽ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഫീൽഡ് ലൈൻസ് വരും. അവർ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഇത്തരത്തിലുണ്ട്. സോ അവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് അട്രാക്ഷൻ ആയിരിക്കും. അപ്പം
അങ്ങനെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. മാഗ്നറ്റിക് ഫീൽഡിന് ചുറ്റും അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ ഹൈപ്പോത്തറ്റിക്കലായിട്ട് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വരച്ചു വെച്ചിരിക്കുന്ന ഒരു ഐഡിയ ആണ്, അല്ലെങ്കിൽ ആ ഒരു ഫിഗറിനെയാണ്, ആ ലൈൻസിനെയാണ്, ആ ലൈൻസ് ഓഫ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് വിളിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇപ്പോൾ നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇതുവരെയുള്ള പോർഷൻസ് പഠിച്ച് നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് ഉടനെ തന്നെ കടക്കാം. കേട്ടിരുന്നതിന് നന്ദി.